തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നെടുമന പഞ്ചായത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് അധികാരമേൽക്കുന്നതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണനിർവഹണ സാരഥ്യത്തിലേക്ക് ആർദ്രവുമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം. സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് ഒരാൾ ജനപ്രതിനിധിയായി ചുമതലയേൽക്കുന്നത്. ഈ പരിപാടിക്ക് അതിൻ്റെതായ ഗൗരവം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ജനപ്രതിനിധികളും ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്നും ഒപ്പം ഇന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മുതിർന്ന അംഗത്തെ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ചാത്തന്നൂർ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങൾ തീരുമാനിക്കുന്നതിനും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയുള്ള യോഗമാണ്. നമ്മുടെ എല്ലാ 24 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനപ്രതിനിധികളാണ് നിങ്ങൾ. ഇതിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹമാണ് മറ്റ് ഓരോ ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അത് വാർഡ് ക്രമത്തിൽ 1 മുതൽ 24 വരെയുള്ള വാർഡുകൾ അതേ ക്രമത്തിൽ ആയിരിക്കും സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ക്ഷണിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പ്രാധാന്യം സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പിൽ വിജയികളായി പഞ്ചായത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പഞ്ചായത്തിലെ അംഗമായി മാറപ്പെടുന്നുള്ളൂ. തുടർന്നുള്ള പഞ്ചായത്ത് സമിതി കൂടുന്ന പഞ്ചായത്ത് സമിതി മീറ്റിംഗ് യോഗത്തിലും അതുപോലെ അടുത്ത 27-ാം തീയതി നടക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ പങ്കെടുക്കാനുള്ള അർഹത തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗത്തിനും ഉണ്ടാകുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമാണ്. നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ അധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ മമതയുടെ വിദ്വേഷവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി
യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്കയോ കൂടാതെയും മമതയും വിദ്വേഷവും കൂടാതെയും ഞാനും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളും യഥാവിധിയും വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും അഖണ്ഡതയും നിലനിർത്തുമെന്നും പഞ്ചായത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും